അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ ഒരു നദി ഒഴുകുന്നുണ്ട്. ഓർമ്മകളുടെ കളിത്തോണികൾ വഹിച്ചൊഴുകുന്ന ഒരു കുഞ്ഞു നദി. ഇതിൻ്റെ പേര് ഗസൽ എന്നാണ്. ഈ ഗസൽ നദിയിലേക്ക്, ഖയാലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശിഷ്ട അതിഥി ശ്രീ വയലാർ ശരത് ചന്ദ്ര വർമ്മ. സ്വാഗതം. ഖയാലിലേക്ക് സ്വാഗതം. ഖയാലിൻ്റെ വേദിയിൽ നമുക്ക് സംഗീതമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഗസ്റ്റ്സ് വന്നിട്ടുണ്ട്. സാഹിത്യ മേഖലയിൽ ഒരുപാട് പ്രശസ്തി നേടിയ ആൾക്കാരെ നമുക്ക് നമ്മുടെ അതിഥികളായിട്ട് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ സാറ് സിനിമാ ലോകത്തും ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സാഹിത്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് സിനിമാ സംഗീതത്തിൽ? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ പറഞ്ഞ വാക്കാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സംഗീതം മേൽശാന്തിയും സാഹിത്യം കീഴ്ശാന്തിയാണ് എന്നാണ് അദ്ദേഹം ഒറ്റ വാക്കിൽ പറഞ്ഞത്. പണ്ട് വയലാർ ഭാസ്കര മാഷയുടെ കാലഘട്ടത്തിൽ സാഹിത്യം എഴുതിയിട്ട് തന്നെയാണ് ട്യൂൺ ചെയ്ത്. ഞാൻ ആദ്യമായിട്ട് ദേവരായ മാഷിൻ്റെ പടം ട്യൂൺ ചെയ്തപ്പോൾ എഴുതാൻ ചെന്നപ്പോൾ കാലഘട്ടം മാറി. സംഗീതം ഇട്ടിട്ട് സാഹിത്യം ഉണ്ടാകുന്ന രീതിയായി. അപ്പോൾ അന്നത്തെ അതിൻ്റെ സംവിധാനം പറഞ്ഞു, മാഷെ കാലമൊക്കെ മാറിയപ്പോൾ നമുക്ക് ഇങ്ങനെ പുതിയ രീതി അങ്ങനെ ചെയ്യാം. ഉടനെ പുള്ളി പറഞ്ഞ മറുപടി വെച്ചാൽ, നീ ആദ്യം പോയി എൻ്റെ വാതിൽ കിടക്കുന്ന കേരളകൗമുദി പത്രം എടുത്തിട്ട് വാ, എൻ്റെ അതിലൊരു വാർത്ത കാണിച്ചാൽ ഞാൻ ട്യൂൺ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ കൺമുമ്പിൽ അക്ഷരം ഇല്ലെങ്കിൽ എനിക്ക് സംഗീതത്തിൻ്റെ ഭാവം ഉണ്ടാവില്ല. അമ്മയെന്ന് വിളിക്കുകയാണെങ്കിൽ രണ്ടക്ഷരത്തിൽ ഇപ്പോൾ നാനാ എന്ന് രണ്ടക്ഷരം, അവിടെ ഭാര്യയെന്നാക്കാം അമ്മയെന്നാക്കാം. പക്ഷേ എന്താണ് അവിടെ കൊടുക്കേണ്ടതെന്ന് കണ്ട് അമ്മയെന്ന് വിളിക്കുമ്പോൾ വേറെ വിളി കഴിക്കും, ഭാര്യയെന്ന് വിളിക്കുമ്പോൾ വേറെ വിളി കഴിക്കും. അപ്പോൾ അത് അക്ഷരം കണ്ടെങ്കിൽ എനിക്ക് സംഗീതം വരുള്ളൂ. അപ്പം അന്ന് സംഗീത അക്ഷരത്തിന് തന്നെ ആയിരുന്നു പ്രാധാന്യം. അന്ന് ഒരു കാലത്തും സാഹിത്യത്തിൻ്റെ മുകളിൽ പശ്ചാത്തല സംഗീതം ഒന്നും വരില്ല, ഒക്കെ അതിന് താഴെ. ഇന്ന് നേരെ തിരിച്ചായി, സംഗീതത്തിൻ്റെ പ്രാധാന്യം വന്നു. പക്ഷേ ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ടത്, ഈശ്വരൻ്റെ സൃഷ്ടിയിലുള്ള എല്ലാ ജീവജാലങ്ങളും സംഗീതം ആസ്വദിക്കും. പക്ഷെ അതിൽ അക്ഷരമുള്ള വരമുള്ളത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. നമുക്ക് മാത്രമേ സംസാരശേഷിയുള്ളൂ അല്ലേ? അക്ഷരം കൊണ്ടുള്ള അഭ്യാസം നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ അക്ഷരം എന്ന് പറയുന്നത് സാഹിത്യമാണ്, അതുകൊണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അല്ലേ? അപ്പോൾ ആ പ്രാധാന്യം മനുഷ്യൻ മനസ്സിലാക്കിയിട്ട് സാഹിത്യത്തെ മനസ്സിലാക്കണം. എന്നിട്ട് അതിനൊരു സ്ഥാനം കൊടുത്തു നിർത്തണം. അതിന് അനുയോജ്യമായ ഒരു പ്രോഗ്രാമാണ് ഇത് ശരിക്കും. കാരണം ഗസലിൽ ഏറ്റവും അതിൻ്റെ സാഹിത്യമാണ് അതിൻ്റെ ഭംഗി. ആ സാഹിത്യത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് അല്ലെങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സാഹിത്യത്തെ, ഇപ്പം ഞാൻ ദാസേട്ടൻ പറഞ്ഞൊരു കാര്യം പറയാം. പണ്ട് തങ്കത്താഴിക കുടമല്ല, താരാപഥത്തിലെ രഥമല്ല, ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണ്ണമയൂരമല്ല. ഇത് സാഹിത്യം അറിയാമെന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ കാര്യം മനസ്സിലാവും എന്താണെന്നുള്ളത്. പക്ഷേ സാഹിത്യം അറിയാൻ വയ്യാത്തവർക്ക് ഇതെന്താണെന്ന് മനസ്സിലായില്ല. അതിന് അവരുടെ മനസ്സിലേക്ക് ഈ പാട്ട് എത്തിക്കാൻ വേണ്ടിയാണ് അപ്പം ശ്രദ്ധിക്കും. അപ്പം സാഹിത്യത്തിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ട് പ്രതിഷ്ഠിക്കുന്ന സംഗീതമാണ്. പക്ഷേ നിലനിൽക്കണമെങ്കിൽ ആ സാഹിത്യത്തിന് മൂല്യം വേണം. അതുകൊണ്ടാണ് പഴയ പാട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ കാര്യം. ഏതായാലും ഓൺ ദാറ്റ് നോട്ട് നമുക്ക് ആദ്യത്തെ ഗസലിലേക്ക് കടക്കാം. വളരെയധികം സാഹിത്യത്തിന് പ്രാധാന്യമുള്ള ഒരു ഗസൽ തന്നെയാണ്. എന്നെ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ നിൻ്റെ കണ്ണുകളിൽ സൂക്ഷിക്കുക. ഞാൻ ജീവിതമാണ്, ഞാനൊരു ആത്മാവാണെന്ന് പറയാം. എന്നെ ഏതെങ്കിലും ഒരു രൂപത്തിലേക്ക് ഇട്ടോളൂ. ഈ സന്ധ്യയുടെ നിശബ്ദതയിൽ ഒളിഞ്ഞു കിടക്കുന്ന ശബ്ദമാണ് ഞാൻ, അതിൽ മുങ്ങിപ്പോയ ശബ്ദം. അതുകൊണ്ട് തന്നെ ഈ അന്ധകാരത്തിൻ്റെ സാഗരത്തിൽ നിന്നും എന്നെ പുറത്തേക്ക് എടുക്കൂ. അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഗസലാണ്, കേൾക്കാം.
दिल में रख लो, दिल में रख लो कि निगाहों में बसा लो, मुझको दिल में रख लो कि निगाहों में बसा लो, मुझको दिल में रख लो कि निगाहों में बसा लो, मुझको जिंदगी किसी शक्ल में डालो, मुझको दिल में रख लो कि निगाहों में बसा लो, मुझको जिंदगी किसी शक्ल में डालो, मुझको दिल में रख लो। शब के सन्नाटे में डूबे हुई आवाज़ हूँ मैं, शब के सन्नाटे में डूबे हुई आवाज़ हूँ मैं, इस अंधेरे समंदर से निकालो, मुझको दिल में रख लो कि निगाहों में बसा लो, मुझको दिल में रख लो। सारा मैं खाना ही मांगे है मेरे तश्नो लबे, सारा मैं खाना दो जाम पे लिल्ला
किसी शक्ल में डाला मुझको, दिल में रख लो कि निगाहों बसा लो मुझको, दिल में रख लो, दिल में रख लो कि निगाहों बसा लो. ഈ ഒരു പാട്ട് ഇതിനെ തുടക്കം പറഞ്ഞില്ലേ, എന്നെ ഏതെങ്കിലും ഒരു രൂപത്തിലേക്ക് ആക്കുക. പ്രണയത്തിനാണെങ്കിൽ പ്രണയത്തിന്. അച്ഛൻ്റെ ഒരു പാട്ടുണ്ട് പണ്ട്, നമ്മൾ എന്തിനാ ആ പാട്ടുണ്ടായി എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ അവസാനം കൊണ്ട് ഇരുത്തുന്നൊരു സ്ഥലമുണ്ട്. ചന്ദ്രന് ഉദയനൻ്റെ മകൻ സിനിമയിൽ, ചന്ദ്രന് ഉദിക്കുന്ന ദിക്കിൽ ചന്ദനം പൂക്കുന്ന ദിക്കിൽ തൃത്താപ്പൂവിന് മുത്തം കൊടുക്കുന്നു തൃക്കാർത്തിക രാത്രി. ഒരു കാർത്തിക രാത്രിയിൽ ഉമ്മ കൊടുത്തു. അപ്പോൾ അവിടെ ഒരു കല്യാണം നടക്കുക ആ രാത്രിയിൽ. പിന്നെ ആദ്യം ചെയ്യുന്നത് തൊടുകുറി അണിയിച്ചു. അല്ല, തൊടിയുമല്ല, നിറപറതൻ മുന്നിൽ നിലവിളക്കിൻ മുന്നിൽ നെറ്റിയിൽ ഇലക്കുറി തൊട്ടവളെ നിന്നെ മറ്റൊരു തൊടുകുറി അണിയിക്കും. അവിടെ അത്രയും കഴിഞ്ഞു. പിന്നെ ചോദ്യമാണ്, തൊടുകുറി ആണ് പഠിച്ചിരിക്കുന്നത്, തൊടുകുറി അണിയിച്ചിട്ട് എന്ത് ചെയ്യും? ഉടനെ മറുപടി, മുടിയിൽ പുതിയൊരു പൂ തിരുകും. പൂ അണിയിച്ചിട്ട് എന്ത് ചെയ്യും? പുഞ്ചിരി മൊട്ട് കവർന്നെടുക്കും. മൊട്ട് കവർന്നിട്ട് എന്ത് ചെയ്യും? മുദ്രമോതിരം തീർപ്പിക്കും. മോതിരം തീർത്തിട്ട് എന്ത് ചെയ്യും? മോഹിച്ച പെണ്ണിൻ്റെ വിരലിലിടും. അപ്പോൾ വെറുതെ ഒരു കാര്യം പറഞ്ഞ് ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞ പോലെ ഒരു പൂ എടുത്തിട്ട് അതൊരു മുദ്രമോതിരമാക്കി ഇഷ്ടപ്പെട്ട പെണ്ണിൻ്റെ കയ്യിലേക്ക് ഇടുക എന്നുള്ളൊരു രൂപമാറ്റം ഉണ്ടല്ലോ. അപ്പോൾ വെറുതെ ഒരു പൂ എടുത്തല്ല അവിടുത്തെ. അതുകൊണ്ട് കുറേ ഉദ്ദേശം എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും രൂപത്തിലേക്ക് ഈ പ്രണയത്തിനെ മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അവസാനത്തെ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്, എന്നെ രക്ഷിക്കുക. ഇത് തന്നെ ഇങ്ങനെ പാട്ട് മഞ്ജരി പാടിയിട്ടുണ്ട് ക്ലാസ്മേറ്റ്സിന് വേണ്ടി. ആ സിനിമയിലുണ്ടായില്ല. എന്താ വെച്ചാൽ അതിനകത്ത് ആ പിന്നെ തട്ടമിട്ട് മറിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിയാണല്ലോ. ഇതിനാകപ്പാടെ ഉള്ളത് രണ്ട് കണ്ണുകൂടെ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ മുഴുവൻ ഒരു ഉള്ളിലുള്ള പ്രണയത്തിൻ്റെ കടല് ഈ രണ്ട് കണ്ണിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. അത് വാക്കാക്കി മാറ്റാൻ അത് വളരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലജാലകവാതിൽ അത് ശരിക്കും ചിലജാലകത്തെ വാതിൽ കട്ടനില്ലേ, തിരശീലയാണ് ഇവരുടെ തട്ടം. മനസ്സിലായില്ലേ? ഒന്ന് പാടാവോ? ഞാൻ ഇതുവരെ അത് പാടി കേട്ടിട്ടില്ല നേരിട്ട്. ഇന്ന് വരെ ഞാൻ മഞ്ജരി പാട്ട് നേരിട്ട് പാടി കേട്ടിട്ടില്ലല്ലോ. അപ്പം ഇന്ന് കേൾക്കാൻ എനിക്ക് അവസരം കൂടായി. അതിന് ഖയാലിന് നന്ദി. അടുത്ത ഗസൽ വളരെ രസകരമായൊരു ഗസലാണ്. ആര് പറഞ്ഞു പ്രണയത്തിന് നാവുണ്ടെന്ന്? ഈ യാഥാർത്ഥ്യം കണ്ണുകളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഇത് സാഹിർ ഹോഷിയാർപുരി സഹാബിൻ്റെ ഒരു പ്രശസ്തമായ ഗസലാണ്. ജഗ്ജീത് ജിയാണ് ആലപിച്ചിരിക്കുന്നത്. कौन कहता है
പാട്ട് എനിക്ക് കേട്ടപ്പോഴേ ഒന്നാമത് കോഴിക്കോടും കൂടെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു കൂടുതൽ ഇത് തരുന്നത്. ഈ പാട്ടിൻ്റെ അവസാനത്തെ വരിയില്ലേ, അവൾ വരികയാണെങ്കിൽ എനിക്ക് സന്തോഷമാണ്, അവൾ വന്നില്ലെങ്കിൽ എനിക്ക് വിഷമമാകും അല്ലേ. ഈ പത്മരാജൻ സാറിൻ്റെ കാണാമറയത്തെന്ന് തോന്നുന്നു, അതിനകത്ത് ഡയലോഗുണ്ട്, തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിൻ്റെ വിങ്ങലാണ്. പ്രതീക്ഷ അതാണ്. അപ്പോൾ ഇതിങ്ങനെ കേട്ടു ഇവിടെ വന്ന് കോഴിക്കോട് വന്നിരിക്കുമ്പോൾ ബാബുക്ക് എൻ്റെ ചെവിയിൽ വന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി. ഒരു തിരിച്ചു കിട്ടാത്ത ഒരു കാത്തിരിപ്പ് വന്നിട്ടില്ല. ഈ ഖയലിത് വന്നിട്ടുണ്ട്, പക്ഷേ എങ്കിലും വയലാറിൻ്റെ മാനവ് കൊണ്ട് കോഴിക്കോട് വന്നിട്ട് ബാബുക്കയുടെ ഒരു പാട്ട് വച്ചില്ല. അപ്പോൾ എനിക്ക് ഇത് ഈ ഒരു സിറ്റുവേഷനായിട്ട് എനിക്ക് തോന്നിയപ്പോൾ അത് നന്നായിട്ട് ചേരുന്നു. തളിരിട്ട കിനാക്കഴുതൻ താമരമാലയുമായി വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ. ആ വരവ് കാത്തിരിക്കുന്ന അവസ്ഥ ഇതിൻ്റെ അവസാനം അങ്ങനെയല്ല. ഈ എപ്പിസോഡിന് ബാബുക്കയുടെ അനുഗ്രഹം ഉണ്ടാവും. ഈ എപ്പിസോഡിന് വയലാർ എന്ന മഹാവ്യക്തിയുടെ കുടുംബത്തിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച ഒരു മലയാള സംഗീതത്തിന് ലഭിച്ച ഒരു മുത്ത്. സാറും ബാബുരാജ് മാസ്റ്ററുടെ ആ ഗാനം
സത്യത്തിൽ ഇവിടെ സാറ് റിക്വസ്റ്റ് ചെയ്തതിൽ ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ വന്നു. അപ്പോൾ അത് ഖയാലിൻ്റെ വേദിയിൽ സാധിച്ചു എന്നുള്ള സന്തോഷമുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇനിയും പുതിയ മധുരമുള്ള ഗസലുകളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ कौन कहता है मोहब्बत की जुबान होती है, कौन कहता है मोहब्बत की जुबान होती